അസ്സലാമു അലൈക്കും. ആമി, എന്താ ഇത്? സുഹറയുടെ താക്കീതോടെയുള്ള വിളിയിൽ ഇമ്രാൻ്റെ വയറിലിരുന്ന് കളിക്കുന്ന ആമി ഒറ്റച്ചാട്ടത്തിന് ബെഡിലേക്കിരുന്നു. സുഹറയുടെ ദേഷ്യത്തോടെയുള്ള മുഖം കണ്ടതും ആമി കുഴപ്പമായെന്ന രീതിയിൽ പേടിച്ചുകൊണ്ട് ഇമ്രാനെ ഒന്ന് നോക്കി. ആമിയെ നോക്കി കണ്ണ് ചിമ്പിക്കൊണ്ട് ഒന്നുമില്ലെന്ന് കാണിച്ചു അവൻ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ സുഹറ, അവിടെ ഇരുന്നെന്ന് വെച്ച് വേദന ഒന്നും ഉണ്ടാവാൻ പോണില്ല അല്ലേ ആമി? ആമി എൻ്റെ കുട്ടി കുഞ്ഞല്ലേ? ആ, വേദന സഹിക്കേണ്ട ഞാനില്ലല്ലോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. അവസാനം രാത്രി ഉറക്കില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ട് എൻ്റെ ഉറക്കം കൂടി ഇല്ലാതാക്കിയിരുന്നാൽ മതി. രണ്ടാളും കൂടി സൂക്ഷിക്കേണ്ടതേ സൂക്ഷിക്കുക തന്നെ വേണം. ഇമ്രാൻ്റെ കയ്യിലേക്ക് ജ്യൂസ് കൊടുത്തുകൊണ്ടവൾ അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ഇമ്രാൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി നിറഞ്ഞു. എല്ലാം ചെയ്തു തരുമെങ്കിലും ഇപ്പോഴും മുഖം തരാറില്ല അവൾ. എനിക്കൊരു കുറവും വരുത്താതെ ആമിയോടെന്ന പോലെ ശ്രദ്ധിക്കും. വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോകുന്നുണ്ടോ എന്നറിയില്ല. അവളെ കാണുമ്പോഴൊക്കെ എന്തോ ഒരു സന്തോഷം തോന്നുന്നു. ആ, എത്ര വേദനിച്ചാലും സുഹറ, നീ ഉണ്ടല്ലോ എന്നെ തൊട്ട് തലോട് എന്നെ നോക്കാൻ. പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞവനെ നോക്കാതെ ഇരിക്കാനായില്ല സുഹറയ്ക്ക്. പക്ഷെ ഇമ്രാൻ്റെ മുഖത്ത് അങ്ങനെ പറഞ്ഞു എന്നുള്ള യാതൊരു ഭാവവും ഉണ്ടായിരുന്നില്ല. ആമയുമായി കളിക്കുകയാണ്. ചിന്തകൾക്കിടയിൽ തന്നിൽ മാത്രം നിലയുറപ്പിച്ച സുഹറയെ ഇമ്രാൻ ചെറു ചിരിയോടെ നോക്കിക്കൊണ്ട് നിന്നു. 2 മാസം കഴിഞ്ഞു തനിക്ക് അപകടം പറ്റിയിട്ട്. സ്വയം എണ്ണീറ്റ് നടക്കാനും തൻ്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാനും എല്ലാമായി. പക്ഷെ ഒന്നിനും സമ്മതിക്കാതെ, ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ സുഹറ ശ്രദ്ധിക്കുന്നുണ്ട്. മുറിവ് ഉണങ്ങിയിട്ടും ആദ്യ ദിവസങ്ങളിൽ എന്ന പോലെ നോക്കുന്നവൾ, ഉറക്കം കളഞ്ഞുകൊണ്ട് തൻ്റെ അരികിലിരിക്കുന്നവൾ, ചെയ്യുന്നതെല്ലാം ഒരു ഉത്തരവാദിത്തം തീർക്കാനോ തൻ്റെ ബാധ്യതയായിട്ടോ അല്ല, സ്നേഹത്തോടെ മാത്രം. അത് തിരിച്ചറിയാൻ ദിവസങ്ങളൊന്നും വേണ്ടിയിരുന്നില്ല. താൻ വേദനിച്ചുകൊണ്ട് കഴിയുമ്പോൾ അടുത്തു നിൽക്കുന്നവളുടെ നിറഞ്ഞു പോകുന്ന കണ്ണുകൾ തന്നെ മതിയായിരുന്നു. ഏറെ ഇഷ്ടപ്പെട്ടു പോകുന്നു ഈ നിമിഷങ്ങളെ. സുഹറയും ആ ഓർമ്മകളിലാണെന്ന പോലെ അവളുടെ ചുണ്ടുകൾ വിരിഞ്ഞു വന്നു. ഇമ്രാൻ അവളുടെ കൈകളിൽ മെല്ലെ എന്ന് പിടിച്ചു, അത്രമേൽ സ്നേഹത്തോടെ. കുറച്ചേറെ നിമിഷങ്ങൾ കൊരുത്തുപോയ കണ്ണുകൾ, പരസ്പരം ഒളിക്കാതെ പങ്കിട്ടുപോയ മനോഹരമായ പുഞ്ചിരി. ഒളിപ്പിച്ചു വച്ച സ്നേഹം പുറത്തേക്കൊഴുകി തുടങ്ങിയോ എന്നവർ സംശയിച്ചു പോയി. ടേബിളിന് മുകളിൽ കിടന്നടിക്കുന്ന സുഹറയുടെ ഫോൺ 2 പേരുടെയും ശ്രദ്ധ തിരിച്ചു. കഴിഞ്ഞുപോയ നിമിഷത്തിൽ വെപ്രാളത്തോടെ ആരെന്ന പോലും നോക്കാതെ ഫോൺ എടുത്തവൾ ചെവിയിലേക്ക് ചേർത്തു. അങ്ങേ തലയ്ക്കൽ ആരാണെന്ന് അറിയില്ലെങ്കിലും കേൾക്കുന്നത് നല്ല വാർത്തയല്ലെന്ന് സുഹറയുടെ മുഖം കാണിച്ചു തരുന്നുണ്ട്. കണ്ണുകൾ മിഴിഞ്ഞ് മുഖം വിയർത്തു തുടങ്ങി. അത്രയും ആഴമേറി എന്ത് വാർത്തയാണ് അവൾ കേട്ടതെന്നറിയാൻ ആകാംക്ഷയോടെ ഇമ്രാൻ അവൾക്ക് നേരെ നോട്ടമെറിഞ്ഞു. എനിക്ക് നാട്ടിലേക്ക് പോകണം എന്ന് തന്നെ. തന്നെ നോക്കി കിതച്ചുകൊണ്ട് പറയുന്നവളെ ഇമ്രാൻ പുരികം ചുളിച്ചുകൊണ്ട് മനസ്സിലാവാത്ത പോലെ നോക്കി. എനിക്ക് നാട്ടിലേക്ക് പോകണം ഇന്നെന്നെ. എന്തിന് നാട്ടിലേക്ക് പോകണമെന്ന്? സുഹറയുടെ വാക്കുകൾ കേട്ടതും ഇമ്രാൻ കിടക്കുന്നിടത്ത് നിന്ന് പിടഞ്ഞെണീറ്റുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു. അവൻ്റെ വാക്കുകളിൽ ദേഷ്യം ഒളിഞ്ഞു കിടക്കുന്നത് അറിഞ്ഞതും സുഹറയ്ക്ക് ഒരല്പം ഭയം തോന്നി. ഫോണിലൂടെ കേട്ട സൃജനയുടെ വിവാഹമോചനവും വീട്ടിലെ അവസ്ഥയും ഇമ്രാന് മുമ്പിൽ പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ തല താഴ്ന്നു പോയിരുന്നു. ഓ, അതിന് നീ അവിടേക്ക് ചെന്നിട്ട് എന്താ കാര്യം? നീ തീർക്കോ അവരുടെ പ്രശ്നം? അല്ല, ഇനി ഒരിക്കലും നിന്നെ വിളിക്കില്ല, നീ അങ്ങോട്ട് ചെല്ലരുത് എന്നൊക്കെ പറഞ്ഞതല്ലേ അവർ? പിന്നെ എന്താ ഇപ്പോൾ ഒരു അന്വേഷണവും ചെല്ലാൻ പറയലും? അവൻ്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് മുന്നിൽ അവൾക്ക് ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. അത് വീട്ടിൽ നിന്നല്ല, എൻ്റെ കൂട്ടുകാരി മുന്താസാണ് വിളിച്ചത്. പ്രശ്നം ചെറുതല്ലാത്തത് കൊണ്ടാവും അവൾ എന്നെ അറിയിച്ചത്. വീട്ടിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല. ഇമ്രാൻ്റെ മുന്നിൽ ഇടറുന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു നിർത്തി. കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടവൾ അമ്പരപ്പോടെ അവനെ തല ഉയർത്തി നോക്കി. തന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നവനെ കണ്ടവൾക്ക് ദേഷ്യം തോന്നാതിരുന്നില്ല. ഹോഹോ, ഞാൻ കരുതിയേ നിൻ്റെ വീട്ടുകാരി വിളിച്ചു കാണുമെന്ന്. തനിക്ക് എത്ര കിട്ടിയാലും നീ പഠിക്കാൻ പോണില്ല. അവർ തന്നെ എത്രത്തോളം വേദനിപ്പിച്ചു. അതെല്ലാം മറന്നുകൊണ്ട് അവർ വിളിക്കാതെ തന്നെ വീണ്ടും അവർ പ്രശ്നം തീർപ്പാക്കാൻ പോകുന്നു. ഛേ, കഷ്ടം തന്നെ. സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പഠിക്കണോ ആദ്യം. എത്ര പ്രാവശ്യമായി ഞാൻ ഇത് തന്നെ പറഞ്ഞിരുന്നു. എങ്ങനെ ശരിയാവും? മറ്റുള്ളവരുടെ കണ്ണീരൊപ്പം നടക്കുന്നതല്ലേ ജോലി. താൻ പോവില്ല ഇവിടെ നിന്ന്, ഞാൻ സമ്മതിക്കൂല. എൻ്റെ സമ്മതം ഒരിക്കലും ലഭിക്കാനും പോകുന്നില്ല. നിന്നോട് ചെയ്തതിനെല്ലാം കുറ്റബോധം തോന്നി മാപ്പ് പറഞ്ഞ് ഉമ്മ നിന്നെ തിരിച്ചു വിളിക്കാതെ നീയും മോളും ഇവിടെ നിന്ന് ഒരിക്കലും എങ്ങോട്ടും പോവില്ല. അവൻ്റെ ഉറച്ച വാക്കുകൾ കേട്ടവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്നായാലും ഇവിടെ നിന്നൊരു മടക്കം അനിവാര്യമല്ലേ. ഇവിടെ
എൻ്റെ ആവശ്യങ്ങളെല്ലാം തീർന്നില്ലേ? ഇപ്പോൾ ഒരു തിരിച്ചുപോക്ക് ഉടനെ ഒന്നും തന്നെയല്ല നല്ലത്. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറയുന്നത് കേട്ട് ഇമ്രാൻ്റെ നെറ്റി ചുളിഞ്ഞുപോയി. ഇമ്രാനിൽ ദേഷ്യം നിറയാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. എങ്കിലും തല താഴ്ത്തി നിൽക്കുന്നവളോട് ദേഷ്യത്തോടെ ഒന്ന് നാവുയർത്താൻ സാധിക്കുന്നില്ല. എന്തോ പറയാൻ മുതിർന്നപ്പോഴാണ് തങ്ങളെ വീക്ഷിച്ചു നിൽക്കുന്ന ആമി മോളെ ഇമ്രാൻ ശ്രദ്ധിക്കുന്നത് തന്നെ. ആമി മോൾ ഇങ്ങോട്ട് വാ. താഴെ ഡേസി ചേച്ചിയുടെ അടുത്ത് പോയി കളിക്കിട്ടോ. അബ്ബ ഉമ്മയോട് കുറച്ച് സ്വകാര്യം പറയട്ടെ. ചെല്ല്, കുറച്ച് സമയം കഴിഞ്ഞ് വന്നാൽ മതിട്ടോ. ചെല്ല്. ഇമ്രാൻ ഗൗരവത്തിൽ തന്നെ പറയുന്നത് കേട്ടതും എന്തോ കാര്യമുണ്ടെന്ന് ആമിക്ക് മനസ്സിലായി. ഒന്നും എതിർത്ത് പറയാതെ രണ്ടുപേരെയും ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് സമയം പാഴാക്കാതെ അവൾ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. കുഞ്ഞ് കണ്ണിൽ നിന്ന് മാഞ്ഞു എന്ന് ഉറപ്പായതും ഇമ്രാൻ വാതിലുകൾ കൊട്ടിയടച്ചു. വാതിലുകൾ അടയുന്ന ശബ്ദത്തിൽ നിന്നും തന്നെ ഇമ്രാനിലെ ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് സുഹറ മനസ്സിലാക്കിയിരുന്നു. തല താഴ്ത്തി പിടിച്ചുകൊണ്ട് തലയിലിട്ടിരിക്കുന്ന തട്ടത്തിനകത്ത് കൈകൾ മുറുക്കിയും അയച്ചു നിൽക്കുന്നവളുടെ അടുത്തേക്ക് കൊടുങ്കാറ്റ് പോലെയാണ് ഇമ്രാൻ ഓടിയെടുത്തത്. പറയടി, പോവണം എനിക്കിവിടെ നിന്ന്. അവൻ്റെ മുഖവും ശരീരവും ദേഷ്യം കൊണ്ട് വിറക്കുന്നത് അവനെ നോക്കാതെ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു. പറയാൻ പോണോന്നേ. ഇനിയെങ്കിലും ഈ തല ഒന്ന് ഉയർത്തിപ്പിടിക്കേ, എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി പറയേ. പോവാണോ നിനക്ക്? പോവണോ? അവനെ ആദ്യമായി ഈ വീട്ടിൽ കണ്ട നിമിഷം അവൾ ഓർത്തുപോയി. അന്നത്തെ ദേഷ്യം അവൾ ഓർത്തെടുത്തു. പിന്നീട് ഒരിക്കൽ പോലും ആ ഒരു ഭാവത്തിൽ അവനെ കാണേണ്ടി വന്നിട്ടില്ല. സുഹറ വിളറി വെളുത്തുപോയി. പറയടേ, നിനക്ക് എന്നെ വിട്ടിട്ട് പോണോന്നേ. ഞാൻ പറഞ്ഞോ പോവാൻ? പറഞ്ഞോന്നേ. അവളുടെ ഇരു ചുമലുകളും മുറുകെ പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിക്കുന്നവനെ ഒരു നിമിഷം അവൾക്ക് നോക്കാതെ ഇരിക്കാനായില്ല. ദേഷ്യം മുറ്റി നിൽക്കുന്ന മുഖം, പക്ഷേ ആ കണ്ണുകൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന കണ്ണുനീർ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവൾക്ക് മനസ്സിലായതേയില്ല. ഞാൻ ഒരിക്കലും നിന്നോട് പറഞ്ഞിട്ടില്ല സുഹറ, എൻ്റെ ലക്ഷ്യം തീർന്നാൽ നിനക്ക് ഇവിടെ നിന്ന് പോവേണ്ടി വരുമെന്ന്. ഒരുമിച്ച് ജീവിക്കാനായില്ലെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്നേ പറഞ്ഞുള്ളൂ. നിനക്കെൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കില്ലേ? ഇല്ലേന്ന്. ദേഷ്യം കൊണ്ട് വിറച്ചു നിന്നിരുന്നവൻ്റെ പെട്ടെന്നുള്ള മാറ്റം, ശബ്ദം താഴ്ത്തി അപേക്ഷയോടെ ചോദിക്കുന്നവൻ. സുഹറയിൽ നിന്ന് മറുപടി ഒന്നുമേ ലഭിക്കുന്നില്ല എന്ന് കണ്ടതും അവൻ്റെ കൈകൾ അയഞ്ഞുപോയി. അവൻ ഒരിടി പിറകോട്ട് നിന്നു മുഖം അമർത്തി തുടച്ചു. ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി. സകലതും നഷ്ടപ്പെട്ടവനാണ് ഞാൻ. ഒന്നിനും ഒരു പ്രതീക്ഷയുമില്ലാതെ ജീവിച്ചവൻ. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നതെങ്കിലും എപ്പോഴും സ്നേഹിച്ചു പോയി. എനിക്ക് വേണ്ടി നിറയുന്ന നിൻ്റെ കണ്ണുകൾ കണ്ടിട്ടാണോ, എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന നിൻ്റെ മനസ്സ് കണ്ടിട്ടാണോ എന്നറിയില്ല സുഹറ. എപ്പോഴും ഇഷ്ടപ്പെട്ടു പോയി ഞാൻ നിന്നെ. എൻ്റെ ആമിമോള്, അവളെ കണ്ടന്നു മുതൽ സ്വന്തം ആണെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ സ്വന്തം മോള് തന്നെയാണ്. അവളിലെ കുസൃതികളും വാത്സല്യവും സ്നേഹവും കണ്ട് എന്നും എനിക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു കിട്ടിയെന്നൊരു തോന്നൽ. നിൻ്റെയും മോളുടെയും കൂടെ ഒന്ന് ജീവിക്കാൻ ഒരു കൊതി, ആ സ്നേഹത്തണലിൽ തണൽ തേടാൻ ഒരു ആഗ്രഹം. വല്ലാതെ കൊതിച്ചു പോന്നു. സമാധാനത്തോടൊരു ജീവിതം, ഒരു കൂട്ട്. സുഹറ, ചിലപ്പോൾ നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭർത്താവായിരിക്കില്ല ഞാൻ. എന്നാലും ഞാൻ ശ്രമിക്കാം. നീ പോകുമോ എന്നെ വിട്ട്? എന്നെ തനിച്ചാക്കി നിനക്കും മോൾക്കും പോകാൻ കഴിയോ? പറയേ. നിനക്ക് ഒരിക്കൽ പോലും എന്നോട് ഒരിത്തിരി ഇഷ്ടം പോലെ തോന്നിയിട്ടില്ലേ സുഹറ? അവൻ്റെ ശബ്ദം ദയനീയമായിരുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്നവൾ തനിക്ക് അത്രയും പ്രിയപ്പെട്ടവളാണെന്ന് അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കൂടെ നിൽക്കാൻ, അവളോട് ഇരക്കാൻ പോലും അവൻ തയ്യാറായി. സുഹറ, ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല. ഇനി ഒരിക്കലും ഞാൻ കാരണം ഒരു തുള്ളി കണ്ണുനീർ പോലും നിനക്ക് പൊഴിക്കേണ്ടി വരില്ല. ഇനിയെങ്കിലും നീ തിരിച്ചറിയാൻ ശ്രമിക്ക്. നീ തനിച്ചാണ് ഈ ഭൂമിയിൽ. എല്ലാവരുടെയും സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ തനിച്ചായി പോയെന്ന്. ഞാനും. പ്രിയപ്പെട്ടവരാൽ മുറിവേറ്റ നമുക്ക് ഒന്നായിക്കൂടെ സുഹറ? നമുക്കൊരു ജീവിതം തുടങ്ങിക്കൂടെ? എല്ലാം മനസ്സിലാക്കി പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം. നീയും ആഗ്രഹിച്ചിട്ടില്ലേ സ്വസ്ഥമായൊരു ജീവിതം? ചോദ്യങ്ങളാൽ അമ്പെയ്തവൻ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും പരിഭ്രമത്തോടെ അവൾ മുഖം തിരിച്ചു കളഞ്ഞു. ആഗ്രഹിച്ചിട്ടുണ്ടോ ഞാൻ? മോഹിച്ചിട്ടുണ്ടോ ഒരു കുടുംബജീവിതം? ഉണ്ടല്ലോ. ചെറുപ്പത്തിൽ എപ്പോഴോ മുംതാസിൻ്റെ കൂടെ കളി പറയുമ്പോൾ രാജകുമാരനെ പോലെ ഒരു പുതിയാപ്പിള വരും നിനക്കെന്ന അവളുടെ വാക്കുകൾ കേട്ട് തന്നപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട്. കൗമാരത്തിൻ്റെ തിളപ്പിൽ എപ്പോഴൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. കല്യാണം കഴിക്കുന്നതും
പുതുമണവേട്ടയായി ഒരുങ്ങുന്നതും പക്ഷേ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ എപ്പോഴും മറന്നുപോയൊരു സ്വപ്നം മാത്രമാണ്. ഷാജഹാൻ്റെ മകർ കഴുത്തിൽ വീണപ്പോൾ കരഞ്ഞു പോയൊരു സ്വപ്നം. അയാളുടെ കൂടെ ജീവിക്കുമ്പോൾ പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു ജീവിതം. പക്ഷേ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു കുടുംബം, സ്നേഹത്താൽ പൊതിയുന്നൊരു പാതി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഒരിക്കലും ഇഷ്ടമാവില്ല എന്ന് കരുതി മാറ്റിവെച്ചതല്ലേ ആഗ്രഹങ്ങൾ. ഞാനും ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയിട്ടില്ലേ? ഹോസ്പിറ്റലിൽ ദിവസങ്ങളോളം ബോധമില്ലാതെ കിടന്നപ്പോൾ പടച്ചവനോട് പ്രാർത്ഥിച്ചത് എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണേ എന്നല്ലേ. പിരിഞ്ഞു പോകണമല്ലോ എന്ന ചിന്ത പോലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. അത് സ്നേഹം കൊണ്ടല്ലേ? ഒരു കൂട്ടം ആഗ്രഹിച്ചിട്ട് അത് കിട്ടില്ല എന്ന വിഷമം കൊണ്ടല്ലേ? ഉണ്ട്, എനിക്കും ആഗ്രഹമുണ്ട് ജീവിക്കാൻ, ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ, ഒന്ന് സ്നേഹിക്കപ്പെടാൻ, ചേർന്ന് നിൽക്കാൻ, തളർന്നു പോകുമ്പോൾ ഇടറാത്ത കൈകളിൽ ഒന്ന് ചേർത്ത് പിടിക്കാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. ചിന്തകളുടെ കൂമ്പാരം മനസ്സിൽ വന്ന് നിറയുന്നതിനിടയിൽ പെട്ടെന്ന് തന്നിലേക്ക് ചേർന്ന് വന്ന ചൂട്. താൻ ഇപ്പോൾ ഉള്ളത് ഏറ്റവും സുരക്ഷിതമായ പ്രിയപ്പെട്ടവൻ്റെ ഒരുവൻ്റെ നെഞ്ചിലെ ചൂടിലാണെന്ന് തിരിച്ചറിവ് അവളുടെ ശരീരമാകെ വിറകൊണ്ടു. തലയുയർത്തിയൊന്ന് നോക്കാൻ പോലും ആവാത്ത വിധം ഇമ്രാൻ തന്നെ ആ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഒരിക്കലും ഒറ്റക്കാക്കി പോകരുത് എന്നാണോ വേഗത്തിൽ മിടിക്കുന്ന ആ ഹൃദയങ്ങൾ പറയുന്നത്? പക്ഷെ തൻ്റെ മൂർധാവിൽ വന്ന് പതിക്കുന്ന ചൂട് ഇമ്രാൻ്റെ കണ്ണുനീർ തുള്ളികളാണെന്ന് സുഹറയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. വേദനിക്കുന്നുണ്ട്, ഹൃദയം വല്ലാതെ നോവുന്നുണ്ട്. എനിക്ക് വേണം സുഹറ നിന്നെ. ഒരിക്കലും എന്നെ നീ ഒറ്റക്കാക്കി പോകരുത്. നീയും മോളും ഇല്ലാത്ത ജീവിതം എനിക്കിനി സാധിക്കില്ല. നിങ്ങളും കൂടി എന്നെ ഉപേക്ഷിച്ചു പോയാൽ ഞാനൊരു ഭ്രാന്തനായിപ്പോവും. തീർച്ചയാണ്. ഒരവസരം തന്നൂടെ എനിക്ക്? നിങ്ങളുടെ കൂടെ ഒന്ന് ജീവിക്കാൻ വല്ലാതെ ആഗ്രഹിച്ചു പോയി. ഒരു ജീവിതം, ഒരവസരം തരില്ലേ എനിക്ക്? ഇടറുന്ന വാക്കുകളോടെ കണ്ണുനീരിൻ്റെ അകമ്പടിയോടെ തൻ്റെ മുഖത്തേക്ക് നോക്കി അപേക്ഷിക്കുന്നവൻ സുഹറയ്ക്ക് കണ്ടില്ലെന്ന് നടിക്കാനായില്ല. നിറഞ്ഞു വന്ന കണ്ണുകളോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ അവനെ നോക്കി ചെറുതായി അവളൊന്ന് മന്ദഹസിച്ചു. സമ്മതം പോലെ തലയാട്ടി. സത്യാണോ? ഒട്ടുമേ വിശ്വാസമില്ലാത്തവനെ പോലെ ചോദിക്കുന്നവൻ തന്നിലേക്ക് മാത്രം കണ്ണുകൾ നട്ടിരിക്കുന്നവനെ നോക്കാൻ വല്ലാത്ത ജാളിത തോന്നിപ്പോയി അവൾക്ക്. ഇതുവരെ അറിയാത്തൊരു പരിവേഷം, ഇതുവരെ അറിയാത്ത ഭാവങ്ങൾ. മുഖം കുനിച്ച് കൊണ്ട് അവൻ്റെ ചോദ്യത്തിന് ഉത്തരമില്ലാത്തവരെ പോലെ ഇമ്രാൻ്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം ചേർത്ത് വെച്ചു. കൈകൾ അവൻ്റെ ശരീരത്തെ വലയം ചെയ്തു. ഇമ്രാൻ്റെ മുഖം വല്ലാത്തൊരു സന്തോഷത്തോടെ വിരിഞ്ഞുപോയി. ചുണ്ടുകളിൽ എന്നോ മറന്നുപോയൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. ഹൃദയം തുടികൊട്ടുന്നു. പുതുതായി അറിഞ്ഞു തുടങ്ങുന്ന പല സ്നേഹത്തിൻ്റെ പല മുഖങ്ങളും പങ്കുവെക്കാൻ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു. പരസ്പരം അങ്ങനെ പുണർന്നു നിൽക്കുമ്പോൾ അവർ പറയാതെ പറഞ്ഞു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന്. ഉമ്മ, ഉമ്മ, ഈ വെള്ളെങ്കിലും കുറച്ച് കുടിക്കുമ്മ. ഇങ്ങനെ കിടന്നിട്ട് എന്താ കാര്യം? ചുരുണ്ടുകൂടി കിടക്കുന്ന ആമിനമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതിനിടയിലാണ് സജിന പറയുന്നത്. പഴയതിനേക്കാൾ തീവ്രതയോടെ വന്നു തീർന്ന നടുവേദന ആമിനമ്മയെ വല്ലാതെ തളർത്തി കളഞ്ഞിരിക്കുന്നു. സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടു. മരുന്നൊക്കെ കഴിഞ്ഞു പോയല്ലോ ഉമ്മ. ഇനിയും ആശുപത്രിയിൽ പോവാതിരുന്നാൽ ഇതിലേറെ വയ്യാതാവും. പൈസ വേണ്ട കുട്ടിയെ, ആരാ തരാനുള്ളത്? മരുന്നൊന്നും വേണ്ട, എളുപ്പം പഠിച്ചവൻ അങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ മരിച്ചു പോയിരുന്നെങ്കിൽ എല്ലാവർക്കും സുഖമായിരുന്നില്ലേ ഉമ്മ? ഇത് നമ്മൾ ചെയ്തതൊന്നും അനുഭവിക്കാതെ മരിക്കൂലല്ലോ. സജിനയുടെ വാക്കുകളിൽ ആമിനുമ്മ കുടുങ്ങിക്കിടന്നു. എൻ്റെ സുഹൃത്തുണ്ടായിരുന്നെങ്കിലിപ്പോൾ. അവരൊന്ന് തേങ്ങിപ്പോയി. റമീസിനോട് ഒന്നുകൂടി ചോദിച്ചു നോക്കാം സജിന. ഓൻ തരാതെ നിൽക്കൂല പൈസ. അവൻ തരും. ഓൻ അല്ലെങ്കിൽ തന്നെ തലയിൽ പിരാന്ത് കടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ പറയുന്നത് എന്താ? പെമ്മക്കൾക്ക് വേണ്ടി എല്ലാം കൂടി എടുത്ത് പണയം വെച്ച് വീടും പറമ്പും എല്ലാം കടക്കാർ കൊണ്ടുപോകുന്ന അവസ്ഥ ആണെന്നാണ്. എല്ലാം കൂടി ഓൻ്റെ തലയിലായില്ലേ. ഇപ്പോൾ ഞാനും കൂടി ഓനൊരു ബാധ്യതയാണ്. എല്ലാം കൂടി ദേഷ്യം. എന്നെ കാണുന്നത് പോലും ഓന് പറ്റൂല. പല പിരാന്തന്മാരെ അവസ്ഥ ആണ്. അസീനത്തോട് ചോദിക്കാമെന്ന് വെച്ചാൽ അവിടെ അതിലേറെ ആണ്. അമീർ ഖാൻ്റെ പീടിക കടം മൂടി പൂട്ടേണ്ടി വന്നില്ലേ? കൂലിപ്പണിക്ക് പോയിട്ടല്ലേ ഓലെ കാര്യം തന്നെ നടക്കണേ. അതിനിടയിൽ ചെറിയ കുട്ടിക്ക് ജന്മനായുള്ള കിഡ്നിക്ക് അസുഖം. ആരോട് പറയാൻ, ആര് കേൾക്കാനാണ് ഇതൊക്കെ? സെരിനയുടെ വാക്കുകളിൽ നിസ്സഹായത നിറഞ്ഞു നിന്നു. എല്ലാം അനുഭവിക്കുക തന്നെ. പഠിച്ചോൻ്റെ വിധിയല്ലേ, നമ്മളായിട്ടുണ്ടാക്കിയതല്ലേ ഉമ്മ. അതിനെന്തിനാ പഠിച്ചോനെ പറഞ്ഞിട്ട്? അസീനത്ത് ഇന്നലെയും വിളിച്ചു. കുട്ടിനെ ഓപ്പറേഷന് കൊണ്ടാൻ ചെല്ലാൻ പറഞ്ഞ ഡേറ്റായി. പൈസ ഉണ്ടെങ്കിൽ കിട്ടാൻ വഴിയുണ്ടോ എന്നോട് ചോദിച്ച്.
ഞാൻ എന്താ പറയാമ്മ? അവസാനം ഞാൻ പറഞ്ഞു സുഹൃത്താക്ക് വിളിച്ചു നോക്കാൻ. സെജിന! ആമിനമ്മ താക്കീതോടെ വിളിച്ചതും സെജിനെ ഒന്ന് നെട്ടിയെങ്കിലും അവൾ പറയുന്നത് തന്നെ തുടർന്നു. എന്താ ഉമ്മ? അല്ലാതെ ആരും നമ്മളെ സഹായിക്കാനേ? എന്തിനാണ് സുഹൃത്താനോടെല്ലാം മറച്ചു വെക്കുന്നത്? 2.5 കൊല്ലായില്ലേ സുഹൃത്താക്കൊന്ന് വിളിച്ചിട്ടോ പറഞ്ഞിട്ടോ? സൂറത്തെ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇപ്പോൾ നമുക്കുള്ളൂ. വേറെ ആര് വിളിച്ചിട്ടും കാര്യമില്ല. ഉമ്മ വിളിക്കണം. പറഞ്ഞ സൂറത്തെ തള്ളിക്കളയില്ല, ഉറപ്പുണ്ട്. ഉമ്മ ഒന്ന് വിളിച്ചൂടെ? അറിയാം, എല്ലാം അറിയാം. ഓള് സഹായിക്കും. പ്രശ്നമെല്ലാം തീരും. പക്ഷെ എങ്ങനെ പറയും സജിന? അത്രത്തോളം നമ്മൾ ഓളെയും കുട്ടിനെയും ദ്രോഹിച്ചില്ലേ? ജീവിതത്തിലൊരു സന്തോഷം കൂടപ്പിറപ്പുകളുടെ അടുത്ത് നിന്ന് ഓൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. സ്നേഹം കൊടുക്കേണ്ട സമയത്തിൻ്റെ കുട്ടിക്ക് പ്രാരാബ്ദം കൊടുത്താണ് ഞാൻ വളർത്തിയത്. ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞത് മുഴുവനും വിശ്വസിച്ചു. അന്ന് അഭിമാനമായി വലുത്. എത്ര പ്രാവശ്യം എന്നെ ഒന്ന് വിശ്വസിക്കണം ഉമ്മ എന്ന് എൻ്റെ കുട്ടി പറയാതെ പറഞ്ഞു. ഇല്ല, ഞാൻ വിശ്വസിച്ചില്ല. നിങ്ങളെ ജീവിതമായി എനിക്ക് വലുത്. നിങ്ങളെങ്കിലും നല്ല പോലെ ജീവിച്ചു കാണട്ടെ എന്ന് കരുതി അവസാനം നമുക്കും വേണ്ടി അവൾ പിന്നെയും കുട്ടീനെ ഇവിടെ ഏൽപ്പിച്ചു പോയി. അതിനെ നമ്മൾ നോക്കിയില്ല. അസീന ആ കുട്ടീനെ ഉപദ്രവിച്ചിട്ടും ഒന്നും മിണ്ടാതെ ഞാൻ നോക്കി നിന്നു. എന്നോട് ഈ ഉമ്മാനോട് ക്ഷമിക്കൂല അവള്. എന്നിട്ടിപ്പോൾ ഒരു ഗതിയില്ലാതെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അവൾക്ക് വിളിക്കേ? ഇല്ല സജിന, ഞാൻ വിളിക്കൂല. ഇങ്ങനെ നരകിച്ച് മരിച്ചാലും ഈ ആമിനുമ്മ ഞാൻ വിളിക്കൂല. എൻ്റെ കുട്ടീനോട് ഞാൻ ചെയ്തതിനുള്ള തെറ്റിനുള്ള ശിക്ഷയാണ് അനുഭവിക്കുന്നതെന്ന് ഞാൻ കരുതിക്കോളാം. എൻ്റെ കുട്ടീനെ മരിക്കുന്നതിന് മുമ്പേ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. എല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് ഒന്ന് പൊരുത്തപ്പെടിക്കാൻ, ഇത്രയും കാലം കൊടുക്കാൻ കഴിയാതെ പോയ സ്നേഹം കൊടുക്കാൻ അതിന് സാധിക്കണമെന്ന് മാത്രമാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന. അന്നേ എൻ്റെ കുട്ടി പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇന്നേ അവസ്ഥ വരൂലായിരുന്നു. എനിക്കാവൂല സജിന. ഇനിയും മോളെ വിളിച്ച് നമ്മൾ പ്രാരാബ്ദങ്ങൾ പറയാൻ എനിക്ക് കഴിയൂല. അവസാന വാക്കെന്നോണം നിസ്സായതോടെ കണ്ണീരിൻ്റെ അകമ്പടിയോടെ ആമിനുമ്മ പറഞ്ഞു നിർത്തിയപ്പോൾ ആ വാക്കുകൾ ഏറെ വേദനിപ്പിച്ചത് അസീനയായിരുന്നു. അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ടുകൊണ്ടവൾ തൻ്റെ മാറിൽ തളർന്നു കിടക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് ചെവിയിൽ വെച്ചിരിക്കുന്ന ഫോൺ കട്ട് ചെയ്തു. ഒരു നെടുവീർപ്പോടെ സജിനയും എല്ലാം കേട്ടുനിന്നിരുന്ന അമീറിൻ്റെ കണ്ണുകളും പ്രതീക്ഷയും നഷ്ടപ്പെട്ട വേദനയോടെ കുട്ടിയെ തന്നെ നോക്കി നിന്നു. ജനന സമയത്ത് കരയാതെ ഇരുന്നപ്പോഴാണ് മോൾക്ക് എന്തോ ഒരു അസുഖമുള്ളതായി ഡോക്ടർ സംശയം പറഞ്ഞത്. ഓപ്പറേഷൻ നിർദ്ദേശിച്ച സമയം എല്ലാം കഴിഞ്ഞു പോയി. കുട്ടിയുടെ ആരോഗ്യം ഓരോ ദിവസവും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. കടം കയറിയിരിക്കുന്ന സമയത്ത് മോളുടെ ആവശ്യങ്ങൾക്കായി 1 രൂപ പോലും മാറ്റിവെക്കാനില്ലാത്ത അവസ്ഥ. ചിന്തകൾ പാതി വഴിയിലായ സമയത്താണ് അമീർ അസീനയുടെ കരച്ചിൽ കേൾക്കുന്നത്. കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നവളെ കാണെ അമീറിനെ വേദനിച്ചു പോയി. നമ്മൾ ഇത്രയും ഭാഗ്യമില്ലാത്തവരായി പോയിക്ക. എല്ലാം ഞാൻ വരുത്തി വെച്ചതാണ്. അന്ന് നല്ല ജീവിതം ആയിരുന്നപ്പോൾ എനിക്ക് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണ് അന്ന് അഹങ്കാരം പിടിച്ചുകൊണ്ട് ഞാൻ ചെയ്തു തീർത്തത്. മോനെയും ആമയും താരതമ്യം ചെയ്തുകൊണ്ട് ആ കുഞ്ഞിനെ ഞാൻ എത്ര ഉപദ്രവിച്ചു, മനസ്സ് വേദനിപ്പിച്ചു. സുഹൃത്തെ എന്തൊക്കെ പറഞ്ഞു അറിയില്ല. എല്ലാത്തിനും കൂടി പഠിച്ചവൻ ഒറ്റയടിക്കലെ ശിക്ഷിച്ചു കളഞ്ഞത്. പക്ഷെ ഞാൻ ചെയ്തു കൂട്ടിയതെല്ലാം അനുഭവിക്കുന്നത് അന്ന് ഈ ഭൂമിയിൽ പിറവി കൊണ്ടിട്ടില്ലാത്ത എൻ്റെ കുട്ടി ആയിപ്പോയെന്ന് മാത്രം. ഞാനൊരു പാപിയായി പോയല്ലേ ഇക്ക? അവൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഏതവസ്ഥയിലായിരുന്നെങ്കിലും ഓടി വന്നേനെ, സഹായിച്ചേനെ, അവളുടെ സ്വന്തം പോലെ കൂടെ നിന്നേനെ. ഇപ്പോൾ ഞാൻ എല്ലാം തിരിച്ചറിയുന്നുണ്ട്. പണം എന്നല്ല, കൂടപ്പിറപ്പുള്ള സ്നേഹമാണ് വലുത്. സ്നേഹം മാത്രമാണ് വലുത്. ഏങ്ങിപ്പറഞ്ഞ് കരയുന്നവളെ അമീർ ചേർത്ത് പിടിച്ചു. വല്ലാതെ ക്ഷീണിച്ചു പോയി അസീന. പണ്ടുണ്ടായിരുന്ന അസീനയുടെ നിഴൽ മാത്രമേ ഉള്ളൂ. സ്വഭാവമാണെങ്കിലും ശരീരവും മനസ്സുമെല്ലാം. പണമല്ല, സമാധാനമാണ് വലുതെന്ന് ഞാനും തിരിച്ചറിയുന്നു. വെട്ടിച്ചും തട്ടിച്ചും ഉണ്ടാക്കിയതൊന്നും നിലനിൽക്കില്ല. നേരെ വഴിയിലും ഉണ്ടാക്കിയതിന് മാത്രമേ ആയുസ്സുണ്ടാവൂ, ബർക്കത്തുണ്ടാവൂ. ചെയ്തത് തെറ്റായിപ്പോയി. അല്ല, പുറത്ത് തരണേ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ റബ്ബേ. അമീർ ഉള്ളൊരുക്കി ഉടയവനെ വിളിച്ചു പോയി. അപ്പോഴും കണ്ണുനീർ നിർത്താതെ ഒഴുകുന്ന അസീനയിലും തളർന്നു കിടക്കുന്ന കുഞ്ഞിലുമായിരുന്നു അവൻ്റെ കണ്ണുകൾ. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.